കൊമ്പ് കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻതുള്ളികളിൽ നാവിന് സമ്മാനം. പ്രിയമുള്ള രക്ഷിതാക്കളെ, ഏറെ സന്തോഷത്തോടെയാണ് ഈ വ്യാഴാഴ്ച പകൽ കടന്നു പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനത്താൽ നല്ല രീതിയിൽ ആ വർക്ക് ചെയ്തു. ആ കാക്കിരി പൂക്കിരി എന്ന കവിത അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അവർ കൃത്യമായിട്ട് ആ ചിത്രങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ? ഒരു പക്ഷേ 10, 20, 25 വർഷം മുമ്പ് വിദ്യാഭ്യാസം ചെയ്ത നമ്മൾ പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ആ പാഠഭാഗം മലയാളം കൃത്യമായിട്ട്, മലയാളം മധുരമാണെന്നും അത് മധുരമായിട്ട് പഠിക്കുന്ന മറ്റുള്ള ഭാഷകൾ കേവലം ധാർത്രിമാരാണെന്നും മാതൃഭാഷയാണ് മനുഷ്യൻ്റെ പേരെ കുട്ടികൾ വളരെ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും നല്ല കുട്ടികളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. പറഞ്ഞതനുസരിച്ച് കണ്ടോ, ആ കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന പാഠത്തിലെ ആ മാമ്പഴത്തിൻ്റെ ആ മോഡൽ വരച്ച് കുട്ടികളെ, രക്ഷിതാക്കളായി നിങ്ങളുടെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായി പഠിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണ്. ഈ ഒരു പ്രോത്സാഹനം ഈ വർഷം മുഴുവനും ഉണ്ടെങ്കിൽ ഈ കുട്ടികൾ നന്നായി മലയാളം വായിക്കുന്ന നല്ല മലയാള സാഹിത്യകാരന്മാരെ പോലെ നല്ല ഉയർന്ന വ്യക്തിപ്രഭാവമുള്ള ആളുകളായി നല്ല ജോലിയിലും പ്രവേശിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ പറഞ്ഞതിൽ 100% സത്യമുണ്ട്. മലയാളം മധുരമായിട്ട് ഇവർ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇതിന് പ്രോത്സാഹിപ്പിച്ച നിങ്ങളെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.